നമുക്കറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനത്തിന്റെ 28-29 വാക്യങ്ങൾ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അത് പ്രകാശമാകുമ്പോൾ എന്ത് സംഭവിക്കും? നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. Overcoming. Overcome all the situations. Amen. All the situations. You are going to overcome all the situations. Amen. ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളെയും നീ ചാടിക്കടക്കും. എന്താണ് ഈ മതിൽ ഞാൻ ചാടിക്കടക്കാനുള്ളതിന്റെ കാരണം? എൻ്റെ മുമ്പിൽ പരിധികളായി, ലിമിറ്റേഷനായി നിന്ന, റെസ്ട്രിക്റ്റ് ചെയ്ത് നിന്ന ചിലതിനെ ഞാൻ ഓവർകം ചെയ്യാനുള്ളതിന്റെ റീസൺ എന്താണ്? നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ അന്ധകാരം ക്രിസ്തുവാകുന്ന വെളിച്ചം എന്നിൽ വന്ന് പ്രകാശിക്കുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ, തൻ്റെ പബ്ലിക് സർവീസ് ഓർ മിനിസ്ട്രി, യേശു കർത്താവ് എവിടെയാണ് ആരംഭിച്ചതെന്നറിയാമോ? പറഞ്ഞു, യേശു എവിടെയാണ് ആദ്യത്തെ അത്ഭുതം ചെയ്തത്? കാനാവിൽ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നു, ഗലീലയിലെ കാനാവിൽ. ആ ഒരു സ്ഥലമേ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യേശു ആദ്യം ഗലീലയിലെ കാനാവിൽ പോയത്, അല്ലെങ്കിൽ ഗലീലയിലേക്ക് യേശു പോയത്? വേറെ എത്ര സ്ഥലങ്ങൾ ഇസ്രായേലിലുണ്ട്. ജെറുസലേം, ദ പ്ലേസ് ഓഫ് ചർച്ച്, ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ നഗരം ജെറുസലേം. അവിടെ എങ്ങും യേശു പോകാതെ ആദ്യം യേശു കർത്താവ് ഗലീലയ്ക്ക് പോയത് എന്താ? വാട്ട് ഈസ് ദ റീസൺ? അതൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. അവിടെ പോകാൻ പറ്റൂ. കാരണം മത്തായി സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ ഇടവന്നു. ഐസയാ ചാപ്റ്റർ 8-ൽ യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കുറിച്ച് ഇങ്ങനൊരു പ്രവചനം കിടക്കുകയാണ്. ആ പ്രവചനം ഇങ്ങനെയാണ് മത്തായി സുവിശേഷം 4-ന്റെ 14, 15, 16 കോട്ട് ചെയ്തിരിക്കുന്നത്. സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം, ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം. ആരാണ് ഇരുട്ടിലിരുന്ന ജനം? ഗലീല. ഗലീല ആ സ്ഥലം ഇരുട്ട് പിടിച്ച സ്ഥലമായിരുന്നു, ഇരുളടഞ്ഞ ദേശമായിരുന്നു. ദൈവപ്രവർത്തികൾ അന്യപ്പെട്ടു പോയ സ്ഥലമായിരുന്നു. ദൈവിക ഇടപെടലുകളും അന്യപ്പെട്ടു പോയ ഒരു ടൈം പീരീഡിൽ, ഒരു കാലഘട്ടത്തിൽ 400 കൊല്ലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ദൈവപുത്രൻ ഈ ഇരുള് നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ താണഭൂമിയിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പരാമർശിച്ചിരിക്കുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യമനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വിഭാഗ്യതകളോ വിഭാഗങ്ങളോ മതങ്ങളോ ഇല്ല. ദൈവം എന്നെയും നിങ്ങളെ കാണുന്നത് മനുഷ്യരായിട്ടാണ്. മനുഷ്യരെ മനുഷ്യനായി കണ്ടതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ദൈവം മതമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഇരുട്ടിലിരുന്ന ഗലീല, ജാതികളുടെ പട്ടണമായ ഗലീല, ബൈബിൾ പറയുന്നു വലിയൊരു വെളിച്ചം, വലിയ വെളിച്ചം മരണദേശത്ത്. ഈ വെളിച്ചം വന്നാൽ മരണം മാറിപ്പോകും. ദൈവപ്രവർത്തികൾക്കിനി ഒരു സാധ്യതയുമില്ല എന്ന് മനുഷ്യൻ പറഞ്ഞെടുത്താണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. കാരണം the reason is
യെശയ്യാ 10:17 എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തും. ഒറ്റ ദിവസം കൊണ്ട് മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഞാൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി മുള്ളും പറക്കാരെയും ഉള്ള ലോകത്ത് അവർ ജീവിക്കുന്നത്. ഒത്തിരി കെയർഫുൾ ആയിട്ട് പോയില്ലെങ്കിൽ കാലയിൽ ഇടിച്ചു കയറാൻ നിൽക്കുന്ന, കുത്തി കയറാൻ നിൽക്കുന്ന, ഒത്തിരി മുള്ളും നല്ല ഫലങ്ങളെ ഇല്ലാതാക്കി ഞെരിച്ചു കളയുന്ന പറക്കാരകളും ഉള്ള കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം നിന്റെ തലമുറയുടെ വഴികളിലുള്ള എല്ലാ മുള്ളുകളും, നിന്റെ ജീവിതത്തിന്റെ നന്മകളെ ഞെരുക്കുന്ന പറക്കാരെയും യേശുവിൻ നാമത്തിൽ കത്തിപ്പോകട്ടെ. എന്റെ ദൈവം ആരാണ്? അവൻ എന്തായി വെളിപ്പെടും? അവൻ തീയായി വെളിപ്പെടും. അവൻ ജ്വാലയായിരിക്കും. Because my God is the light. He is the light. He is the fire. He is the flame. The Bible says, arise and shine. Amen. എഴുന്നേറ്റ് പ്രകാശിക്കുക. Amen. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു.